അപ്പോൾ ഗെയ്സ് നമുക്കങ്ങനെ അടുത്ത ഓട്ടം കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അടുത്ത ഹൈദരാബാദിലേക്കാണ് ഓട്ടം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പരിപാടികൾ, വണ്ടിയിൽ കുറച്ച് പരിപാടിയുണ്ട്. ഫുഡ് കഴിക്കണം. ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഞാൻ. ഫുഡ് മുന്തിരി ഞാനിവിടെ കഴിച്ചിട്ട് വണ്ടിക്ക് കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ ഉള്ളായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉടനെ വണ്ടിയുടെ ചെറിയ പരിപാടികളുണ്ട്, അതിനകത്തോട്ട് പോകും. അങ്ങനെ MC-യിൽ ഇത് ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അങ്ങനെ അത് ഒട്ടിക്കണം, എന്നാലേ വണ്ടി കമ്പനിക്കകത്ത് കയറ്റും. അപ്പോൾ അത് ഒട്ടിക്കാനുള്ളതായിട്ട് പരിപാടിയൊക്കെയാണ്. അങ്ങനെ മുന്തിരി വണ്ടിയുടെ മുകളിലോട്ട് കയറി മുന്തിരി ഒട്ടിച്ചിട്ടൊക്കെ ഇറങ്ങി നമ്മുടെ അടുത്ത ലോഡ് എടുത്ത് ഞാൻ ഹൈദരാബാദോട്ട് പോകും. അടുത്ത ഹബിലെത്തിയില്ലേ കളിയാണ്. അടുത്ത ഇനി ഹൈദരാബാദ് ലോഡ് എടുക്കാനായിട്ട് ആമസോണിലോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ? നമുക്ക് പുതിയ ലോഡ് കിട്ടിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ആമസോൺ ബാംഗ്ലൂർ ലോഡ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നേരെ ഈ ലോഡ് എടുത്ത് നമ്മൾ നേരെ ഹൈദരാബാദിലോട്ടാണ് പോകുന്നത്. ഹൈദരാബാദിൽ നിന്ന് മിക്കവാറും കിട്ടിയോ പ്രതീക്ഷയോടെ പോവുകയാണ്. അറിയിച്ചു നോക്കാം. ആമസോൺ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ ആമസോണിലോട്ട് എത്തി എൻ്റർ ചെയ്യാൻ പോവുകയാണ് വണ്ടി. ആമസോൺ മാത്രം ഇതിൽ കാണാൻ പറ്റുന്നില്ല. ആമസോണിൻ്റെ അകത്തോട്ട് എൻ്റർ ആവാൻ പോയാണ് നമ്മൾ. എൻ്ററിങ് ആമസോൺ. കയറുന്നതിന് മുമ്പ് നമുക്കുള്ള ആപ്പ് ഓപ്പൺ ആക്കണമല്ലോ. നമ്മളെ ലോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ലോഡിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ഔട്ട് പാസ് കിട്ടി. നമ്മളങ്ങനെ പോവാൻ രാവിലെ ഒരു 4:45-5 മണിയായി ബില്ല് കിട്ടിയപ്പോൾ. ആമസോണിൽ നിന്ന് ലോഡ് എടുത്ത് ഇറങ്ങുകയാണ്. പുള്ളി കട കിട്ടിയിട്ടുണ്ട്. ചായ എടുക്കൂ. ഹൈദരാബാദ് പോകുമ്പോഴത്തേക്ക് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാം ഒരുപാട് കാഴ്ചകളാണ്.
ടൂവിലോട്ട് കയറ്റിക്കോ, അതിന്റെ ബാക്കിലോട്ടുണ്ട് കയറ്റി. അങ്ങനെ ലോഡായി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടി. ഇപ്പം ഹൈദരാബാദ് റൂട്ടാണ്. മൊത്തത്തിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഒരു 600 കിലോമീറ്റർ ഉണ്ട്. 600 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്താണ്. മൊത്തത്തിൽ വീഡിയോ എടുത്ത് വോയിസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇത് ഇപ്പോൾ ഓട്ടം ഉള്ളത് നമുക്ക് ഈ ടൈമിങ് ഓട്ടം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടി അവിടെ എത്തണം. അതുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വരും വീഡിയോകളിൽ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ഹൈദരാബാദ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ്. നമ്മൾ ഏകദേശം റിംഗ് റോഡ് കയറാറായിട്ടുണ്ട്. നമ്മൾ റിംഗ് റോഡിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. റിംഗ് റോഡിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹൈദരാബാദ് സിറ്റിക്കകത്തൊന്നും കയറേണ്ട, റിംഗ് റോഡ് കയറി പോയാൽ സിറ്റിക്കകത്ത് കയറാതെ പോണ റോഡാണ് റിംഗ് റോഡ്. റിംഗ് റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇറക്കേണ്ടതെന്ന് പറയുന്നത് ഗോഡൗൺ, ഈ ആമസോണിൻ്റെ മിക്ക ഗോഡൗണിലും വരുന്നത് ഈ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടും വരുന്നത്. റിംഗ് റോഡ് കയറി എയർപോർട്ട് റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു തുച്ഛമായ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററിൻ്റെ ഉള്ളൂ നമുക്ക് ആമസോൺ നാട്ടിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് ആമസോണിൻ്റെ എത്താറായിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ലോഡ് ഇറക്കി അടുത്ത ലോഡ് ഡൽഹിക്കാന്ന് പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.